So you're pregnant? Congratulations. ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പറ്റി അറിയാനുള്ള ബെസ്റ്റ് ടെസ്റ്റുകളാണ്. സോ ലെറ്റ് മീ ടെൽ യു വാട്ട് വി ഓഫർ അറ്റ് ഫീറ്റൽ ലൗഞ്ച് ഫോർ യു. ഫീറ്റൽ ലൗഞ്ച് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് സെൻ്ററാണ്. അതായത് ഫീറ്റൽ മെഡിസിൻ സർവീസസ് എല്ലാം തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഫീറ്റൽ മെഡിസിൻ എന്ന് വെച്ചാൽ കുഞ്ഞിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻ. വയറ്റിക്കെടുക്കുന്ന കുഞ്ഞിനെ സ്കാനും ബ്ലഡ് ടെസ്റ്റും വേറെ ഇൻവെസ്റ്റിഗേഷൻസ് വഴി അവരുടെ ആരോഗ്യം അസസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. വാട്ട് സർവീസസ് ഡു വി ഓഫർ യു? സ്കാൻസ് പ്രൈമറിലി, തുടക്കം തൊട്ട് അവസാനം വരെ 5 to 6 weeks ഓഫ് പ്രഗ്നൻസി തൊട്ട് ഡെലിവറി അടുക്കം വരെയുള്ള എല്ലാ രീതിയിലത്തെ സ്കാൻസ്, റുട്ടീൻ സ്കാൻസ്, ഏർലി പ്രഗ്നൻസി സ്കാൻസ്, സ്പെഷ്യലൈസ് സ്കാൻസ് ലൈക്ക് NT സ്കാൻസ്, അനോമലി സ്കാൻസ്, ഗ്രോത്ത് സ്കാൻസ്, ട്വിൻസിൻ്റെ ഫോളോ അപ്പ്, ട്രിപ്ലറ്റ്സിൻ്റെ ഫോളോ അപ്പ്, ഇതൊക്കെ കുറച്ചുകൂടി ഒരു സ്പെഷ്യലൈസ് ട്രെയിനിങ് ഉള്ളവർക്കേ ചെയ്യാൻ പറ്റാറുള്ളൂ. പിന്നെ ഡേറ്റ് അടുക്കുമ്പോഴുള്ള ഗ്രോത്ത് സ്കാൻസ്, സർവൈക്കൽ അസസ്മെൻറ്റ്, ഫ്ലൂയിഡ് നോക്കുന്നത്, ബ്ലഡ് ഫ്ലോ നോക്കുന്ന എല്ലാ രീതിയിലത്തെ സ്കാൻസും എല്ലാ സ്കാൻ സർവീസസും ഞങ്ങൾ ഓഫർ ചെയ്യാറുണ്ട്. സ്കാൻസ് അല്ലാണ്ട് വേറെ കുറച്ച് ടെസ്റ്റുകളും ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ്, ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ്, ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത എത്ര ഉണ്ടെന്ന് അളക്കുന്ന ടെസ്റ്റ്, പ്രിയക്ലാംസിയ അതായത് BP വരാൻ സാധ്യത എത്ര ഉണ്ടെന്ന് അളക്കുന്ന ടെസ്റ്റ്, വളർച്ച കുറവ് വരാനുള്ള സാധ്യത എത്ര ഉണ്ടെന്ന് അളക്കുന്ന ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ അവൈലബിൾ ആണ്. NIPT എന്ന് കേട്ടുകാണല്ലോ നിങ്ങൾ. അതും ഡൗൺ സിൻഡ്രോമിൻ്റെ റിസ്ക് എത്ര ഉണ്ടെന്ന് അളക്കുന്ന ടെസ്റ്റാണ്. പിന്നെ വേറെ കുറച്ച് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാം. ആംനിയോസെൻറ്റിസിസ് എന്ന് കേട്ട് കാണല്ലോ, കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് എടുത്ത് വിടുന്നത്. അതിൽ നമുക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണത്. കൊറിയോണിക് വില്ലസ് സാമ്പിളിങ്, കുഞ്ഞിൻ്റെ ബ്ലഡ് എടുക്കുന്നത്, കുഞ്ഞിന് അനീമിയ ഉണ്ടോ, അതായത് നെഗറ്റീവ് ഗ്രൂപ്പുള്ള അമ്മയാണെങ്കിൽ വയറ്റിക്കിടക്കുന്ന കുഞ്ഞിന് അത് കാരണം കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് MCA PSV നോക്കാനും, അതിൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റ്, വയറ്റിക്കിടക്കുന്ന കുഞ്ഞിന് ബ്ലഡ് കയറ്റി ആ അനീമിയ അല്ലെങ്കിൽ വളർച്ച നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ജനറ്റിക് കൗൺസിലിംഗ്, പലപ്പോഴും ഫാമിലീസിൽ ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഗൈഡൻസ് തരാനും ഞങ്ങൾക്ക് പറ്റാറുണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, വീട്ടിൽ ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡോണ്ട് വെയിറ്റ് ടിൽ യു ആർ പ്രഗ്നൻറ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരണ്ട, അതിന് മുമ്പ് വന്നോളൂ. കാരണം പല കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള സമയവും സാവകാശവും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതൊക്കെ നേരത്തെ തുടങ്ങണം. അപ്പോൾ അത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയും. പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് തന്നെ ഒരു ചെക്കപ്പും, am I at risk for anything else, വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് തന്നെ പ്രിപ്പയർഡ് ആകാനും പറ്റും. സോ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് is another service that we offer here.